സംരക്ഷിക്കാൻ ഈ പാർട്ടി ഇത് ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇതിൽ ആർക്കും സംശയം പാടില്ല. ഇഡി ഇവിടെ ഒരു കേസിന് വരുമ്പോൾ വണ്ടി തല്ലിപ്പിടിക്കുന്നു, അത് CPM രീതി. നമ്മുടെ നരേന്ദ്രമോദിജി ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമം നടത്തുന്നു. ഞങ്ങൾ സുഗതനെ പിന്തുണയ്ക്കുന്നു, അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളൊരു പബ്ലിക് റെപ്രസെന്റേറ്റീവ് ആണ്. നിയമപരമായ 100% ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് രാഷ്ട്രീയമുണ്ട്, ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ ആരെ വണ്ടി പോയി പൊടിക്കാനൊന്നും ഞങ്ങൾ പോകുന്നു, മനസ്സിലായി? അത് CPM വിട്ടോട്ടാണ്, അവർ രാഷ്ട്രീയം ചെയ്യുന്നു. സുഗതനെ സംരക്ഷിക്കാൻ ഈ പാർട്ടി ഇത് ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇതിൽ ആർക്കും സംശയം പാടില്ല. അത് സഖാവാണോ, SHO ആണോ, പോലീസിൽ ഒരു മാർക്സിസ്റ്റ് ആണോ, നിങ്ങൾ കൃത്യമായി എന്റെ മെസ്സേജ് പഠിച്ച് മനസ്സിലാക്കണം. സുഗതനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സുഗതനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അത് നിയമപരമായി ചെയ്യും. വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് തല്ലിപ്പൊടിക്കുന്ന രീതി ഞങ്ങൾ ചെയ്യില്ല. രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിനും ഒരുപോലെ ഇട്ടൊരു കൊട്ടാണ് എന്നുള്ളത് 100% മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷന് ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ, സുഗതന്റെ അറസ്റ്റോട് കൂടി തന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അത് പല രീതിയിലുമുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കളികളും അതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ തുറന്നടിച്ച് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുകയും ചെയ്തു. കാരണം സുഗതൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ തെറ്റുകാരനാണോ അല്ലേ, ഇതൊക്കെ ശരിക്കും തീരുമാനിക്കേണ്ടത് കോടതി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിന് പിന്നിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കളി ഉണ്ടെങ്കിൽ അതും മറനീക്കി പുറത്തു വരേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് BJP അങ്ങ് താഴെ ഇറക്കി കളയാമെന്നുള്ള ആ ഒരു ചിന്ത, അത് ശരിക്കും പറഞ്ഞാൽ വളരെ മണ്ടൻ ചിന്താഗതിയാണ് എന്ന് മാത്രമേ എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ എന്ന് പറയുന്നത്. കാരണം ജനങ്ങൾ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഭരിക്കാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ റിസൾട്ട് തന്നെയാണ് അവർക്ക് 50 സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചത്. എന്നാൽ ഇത്രയും കൊല്ലം ഭരണത്തിലിരുന്ന ഇടതുപക്ഷത്തിന് ഇത്തവണ എന്താണ് സംഭവിച്ചത്? അവർക്ക് കുത്തനെ സീറ്റുകൾ കുറയുകയാണ് ചെയ്തത്. അതായത് ഭരണം മടുത്തത് കൊണ്ട് ജനങ്ങൾ അവർക്ക് പ്രതിപക്ഷ സ്ഥാനം കൊടുത്തു. ഈ പറയുന്ന സുഗതൻ വിജയിച്ച ആ സ്ഥലം പോലും ഇടതുപക്ഷ കോട്ടയായിരുന്ന സ്ഥലത്ത് ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചത്? നാണക്കെട്ട തോൽവി അവിടെ വഴങ്ങേണ്ടി വന്നു എന്നാണ് അറിയാൻ സാധിച്ചത് തന്നെയും. അതായത് 3ാം സ്ഥാനത്താൻ കണ്ടാണ് ഇടതുപക്ഷം അവിടെ ആയത്. ആ ഇടതുപക്ഷ കുത്തക സീറ്റാണ് അവിടെ BJP വിജയിച്ചതും ഇടതുപക്ഷം നാണംകെട്ട തോൽവിയിലേക്ക് അവിടെ മാറിയത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇടതുപക്ഷ ഭരണം മടുത്തിട്ട് തന്നെ ആവണം ജനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് അവസരം കൊടുത്തത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതും ഇടതുപക്ഷം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്ക് നിലവിൽ പ്രതിപക്ഷത്തിരിക്കാനാണ് ജനങ്ങൾ അവസരം കൊടുത്തത്. അപ്പോൾ അത് വളരെ ക്ലീൻ ആയിട്ട് വിനിയോഗിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അധികാരമോഹം മൂത്തിട്ട് ഞങ്ങൾക്ക് അധികാരം കിട്ടണം എന്നുള്ള തരത്തിൽ വളഞ്ഞ വഴി പ്രയോഗിക്കുകയല്ല വേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെ വളഞ്ഞ വഴി പ്രയോഗിച്ചാൽ പോലും ഭരണത്തിലെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെയും ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ അതും പാളിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% വ്യക്തമാണ്. കാരണം ഇവിടെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ അടിവേരിളകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് കോൺഗ്രസിന് ഉൾപ്പെടെ 8ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറുമെന്നുള്ളതും 100% വ്യക്തമാണ്. അതായത് ഇവിടെ BJPക്ക് കുറച്ചുകൂടി വളരാനായിട്ടുള്ള ഒരു വലിയ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ തുല്യമായി മാറും ഇവിടെ ഒരു ഇന്ത്യ സഖ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ. ഒരു മണ്ടത്തരത്തിലേക്ക് പോവാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകോത്തര മണ്ടത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ജനങ്ങളുടെ വിധി അംഗീകരിക്കണം. ആ വിധി അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പ്രതിപക്ഷ സ്ഥാനമാണോ ഭരണപക്ഷ സ്ഥാനമാണോ ഏതാണ് തന്നിരിക്കുന്നത്? നിലവിൽ ഇപ്പോൾ BJPക്കാണ് ഭരിക്കാനായിട്ട് ജനങ്ങൾ അവസരം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കാനാണ് കോൺഗ്രസിനായാലും LDFനായാലും ജനവിധി എന്ന് പറയുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതായത് ആ ഒരു തരത്തിൽ പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ മറികടന്നുകൊണ്ട് ഒരു വളഞ്ഞ വഴിയിലൂടെ ഭരണത്തിൽ കയറാമെന്നുള്ള ചിന്ത പോലും ശരിക്കും പറഞ്ഞാൽ അത് ലോകോത്തര മണ്ടത്തരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിന് ഒറ്റയ്ക്ക് ഒരിക്കലും ഭരണത്തിലെത്താൻ സാധിക്കത്തില്ല. അവർക്ക് അതിനുവേണ്ടിയുള്ള സീറ്റുകളില്ല, ജനങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അവർക്ക് വളരെയേറെ കുറവാണ് BJPക്ക് 50 സീറ്റുകളായിരുന്നെങ്കിൽ 50 സീറ്റുകളാണെങ്കിൽ അവർക്ക് 29 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ കോൺഗ്രസിനാണെങ്കിൽ 20 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ മാത്രമേ BJPക്ക് ഒപ്പമെങ്കിലും എത്താൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തുള്ളൂ. അതിലും BJPയെ മറികടക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലും ഭരണത്തിൽ എത്താനായിട്ടുള്ള സാധ്യതകൾ വളരെ വിരളമായി നിൽക്കുന്ന സമയത്ത് പോലും ഇതുപോലുള്ള ചിന്താഗതികൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന തോതിൽ അടിവേരിളക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിക്കുമെന്ന് ചിന്തിക്കാനായിട്ടുള്ള ബോധം ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ ഒരു ഇന്ത്യ സഖ്യം, അതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചാൽ പോലും അത് മണ്ടബുദ്ധിത്തരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത് BJPക്ക് കുറച്ചുകൂടി വളമിട്ട് കൊടുക്കുന്നതിന്റെ തുല്യമായി മാറും. BJP എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ലെവലിലേക്ക് UDFും LDFും എത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് അത് മാറും എന്നുള്ളത് ചിന്തിക്കാനായിട്ടുള്ള ബോധമെങ്കിലും ഈ പറയുന്ന പാർട്ടികൾക്ക് ഉണ്ടാകും. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അത്രത്തോളം കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഈ ഒരു കാര്യം വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നിയമപരമായിട്ടുള്ള സപ്പോർട്ട് സുഗതന് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷ കോട്ട ഇളക്കിക്കൊണ്ട് അവിടെ ഇതുപോലൊരു വിജയം സുഗത നേടിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുഗതനെ അവിടെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് അയാളോടുള്ള വിശ്വാസമാണ് എന്നതിനെക്കുറിച്ചും ഒരു സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ മാത്രം അറിയപ്പെട്ടിരുന്ന സുഗതനെ ഇപ്പോൾ കേരളത്തിൽ ഉടനീളം അറിയപ്പെടുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലോട്ട് ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരും കൂടി ചേർന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി പറയാനുള്ളത്, വെറുതെ സ്വയം കുഴി തോണ്ടി ആ കുഴിയിലേക്ക് വീഴുന്ന തരത്തിലോട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറാതിരിക്കുന്നതാണ് ഉചിതമെന്ന് പറയുന്നത്.